Hi friends, T-Square പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ നിരവധി ആൾക്കാർ OTT പ്ലാറ്റ്ഫോംസായ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷേ പലരും യൂസ് ചെയ്യുന്നത് ഒരു പ്ലാനിൽ റീചാർജ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടായിരിക്കും. അതൊരു ഫാമിലിക്ക് എല്ലാവർക്കും ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടി ചേർന്ന ഒരു അക്കൗണ്ട് എന്നിട്ട് അതിന് റീചാർജ് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ പേരും. പക്ഷേ അങ്ങനെ ഒരു ബേസിക് പ്ലാൻ കയറ്റുമ്പോൾ, അതായത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഉദാഹരണം എടുക്കുകയാണെന്ന് വെച്ചാൽ 199 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ഒന്നിലധികം സ്ക്രീനുകളിൽ ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു പോം വഴിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരൊറ്റ അക്കൗണ്ട് വെച്ചിട്ട് ഒന്നിലധികം ഫോണുകൾ, 2 3 എത്ര ഫോണുകളിലും ഒരേ സമയം കണ്ടൻസ് കാണാൻ പറ്റുക എന്നുള്ള 2 വഴികളാണ് പറയാൻ പോകുന്നത്. ഈ ഒരു കാര്യത്തിനുള്ള 2 വേയ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ 2 ഫോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടിലും ഒരേ അക്കൗണ്ട് വെച്ചിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ് നമ്മൾ റീചാർജ് ചെയ്തിട്ടുള്ളത്. 199 രൂപയുടെ പ്ലാനാണ്, ബേസിക് പ്ലാനാണ് നമ്മൾ റീചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 നെറ്റ്ഫ്ലിക്സ് എടുത്തു. അതിലിപ്പോൾ നമ്മൾ സാധാരണ എടുക്കുകയാണ് വെച്ചാൽ, അപ്പോൾ രണ്ടിലും ഓരോ വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്യുകയാണ് വെച്ചാൽ അല്ലേ, ഒന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ മറ്റേതിൽ സ്ക്രീൻ ലിമിറ്റ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ബേസിക് പ്ലാനാണ് റീചാർജ് ചെയ്തത്, ഒരാൾക്ക് മാത്രമേ ഒരു സമയം കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ക്യാൻസൽ അടിച്ചു, 2 പുറകെ ക്യാൻസൽ അടിച്ചു, 2 പേരും ഒരേ കണ്ടൻസ് കാണുകയാണ് വെച്ചാൽ, ഇപ്പോൾ 2 പേരും ഒരേ കണ്ടൻറ്റാണ് കാണുക വെച്ചാൽ അല്ലേ, നമുക്ക് തടസ്സങ്ങളില്ലാതെ, അതായത് 2 പേര് ഇപ്പോൾ ഒരു സീരീസിൻ്റെ ഡിഫറെൻറ്റ് എപ്പിസോഡാണ് വെച്ചാലും കുഴപ്പമില്ല, ഒരൊറ്റ സീരീസിൻ്റെ കീഴിലാണുള്ള വീഡിയോസാണ് കാണുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടസ്സങ്ങളില്ല. സ്ക്രീൻ ലിമിറ്റ് ചോദിക്കാതെ ഒന്നിലധികം പേർക്ക്, എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ ഒരേ സമയം കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഒന്നാമത്തെ വഴി. അതായത് 2 പേരും കാണുന്നത് ഒരേ സിനിമയായിരിക്കണം, അല്ലെങ്കിൽ ഒരേ സീരീസിൻ്റെ എപ്പിസോഡുകളായിരിക്കണം. അല്ലെങ്കിൽ അതിനിപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടം ഓരോന്നായിരിക്കുമല്ലോ. ഇപ്പോൾ ചില സിനിമ കാണുമ്പോൾ മറ്റുള്ളവർ ഇതല്ല കാണേണ്ടതെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക്, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക്, അതായത് വ്യത്യസ്തമായ കണ്ടൻറ്റ് കാണണം വെച്ചാൽ അതെന്ത് ചെയ്യണം വെച്ചാൽ, നമുക്ക് ആവശ്യമാതെ നമുക്ക് കാണേണ്ട കണ്ടൻറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതാ ഞാൻ ലുഡോ എന്നുള്ള ഒരു സിനിമ, അതിപ്പോൾ അടുത്ത് ഇറങ്ങിയൊരു സിനിമയാണ്, അത് ഞാൻ എന്ത് ചെയ്തു, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ വേറൊരു കണ്ടൻറ്റ് തുടങ്ങി, ഇതിൽ ലുഡോ തുടങ്ങി അല്ലേ. അപ്പോഴും സ്ക്രീൻ ലിമിറ്റ് നമ്മളോട് ചോദിച്ചു. അതായത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു മൂവി കാണണം വെച്ചാലും എന്നോട് സ്ക്രീൻ ലിമിറ്റ് ചോദിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നെറ്റാണ് ഓഫാക്കി, എൻ്റെ ഇൻ്റർനെറ്റാണ് ഓഫാക്കി. അതായത് ഞാൻ എന്ത് ചെയ്യില്ല, ഒരു നെറ്റ്വർക്കിക്കും കണക്റ്റഡ് അല്ല. എന്നിട്ട് റീട്രൈ കൊടുത്തു. അപ്പോൾ സുഖമായിട്ട് ഒരേ സമയം 2 ഫോണിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടൻസ് കാണാൻ പറ്റും. അതായത് നമ്മൾ അവരുടെ നെറ്റ്വർക്കിൽ കണക്റ്റ് ആവാത്തതുകൊണ്ട്, നമ്മൾ അവരുടെ നെറ്റ്വർക്കിൽ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ടോ ഇല്ലേ എന്ന് അവർക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരേ സമയം ഡിഫറെൻറ്റ് വീഡിയോസ്, ഡിഫറെൻറ്റ് കണ്ടൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഫോണിൽ 3 ഫോണിൽ എത്ര ഫോണിൽ വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് ചെറിയ ഒരു ട്രിക്കാണ്, അത് ചെറിയൊരു ഇൻഫോർമേഷനാണ്. അത് പലർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ ആണെച്ചാലും ഞങ്ങൾ ഒരൊറ്റ അക്കൗണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ 3-4 പേര് കാണുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ട്രിക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും ബൈ.